നമുക്കൊപ്പം വിഷുവിന് എത്തുന്നത് ആദ്യത്തെ അതിഥി ജയരാജ് വാര്യരാണ്. ജയരാജേട്ടാ നമസ്കാരം, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുവിന്റെ ഒരു പിടി കൊന്നമലരുകൾ ഇത്തവണ വിഷുവിന് സമർപ്പിക്കുന്നു. ഇത്തവണ വിഷുവിന് എന്താണ് പരിപാടി? പൂരം എത്താറായി. അല്ല, വിഷുവിന് മുമ്പ് ഇന്ന് എനിക്ക് വേറൊരു എൻ്റെ സ്വകാര്യമായ ഒരു സന്തോഷം. എൻ്റെ ജന്മനാടായ പനമുക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലെ വട്ടപ്പിഞ്ഞി ക്ഷേത്രത്തിലെ വിഷുവേലയാണ്. അഞ്ചാന, പഞ്ചവാദ്യം, ചെണ്ടമേളം, വെടിക്കെട്ട് ഒക്കെ ആയിട്ടൊരു വലിയ ഗ്രാമത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ എല്ലായിടത്തെ വിഷുവിനേക്കാൾ പ്രാധാന്യം എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് പോകാനായിട്ട് എല്ലാം റെഡി ആയിരിക്കുക. കാരണം എനിക്കുള്ള സന്തോഷം എന്താ വെച്ചാൽ എൻ്റെ നാട്ടിലെ ഗ്രാമത്തിലെ ഉത്സവത്തിലാണ് തലേ ദിവസം ആളുകൾ പടക്കം പൊട്ടിച്ച് കേരളം മുഴുവൻ, മലയാളി മുഴുവൻ പൂത്തിരി കത്തിച്ച്, പടക്കം പൊട്ടിച്ച്, മത്താപ്പ് കത്തിച്ച് വിഷു ആഘോഷിക്കുന്നത്. അപ്പം അതൊരു വലിയ സന്തോഷമാണ്. ഇന്നത്തെ ഉത്സവത്തിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിലേക്ക് ഞാനങ്ങോട്ട് ഇറങ്ങും, അലിയും അതിനകത്ത്. സ്വന്തം ഗ്രാമത്തിലല്ലേ നമുക്ക് നമ്മുടെ സ്വത്തും ഇല്ലാതെ നമുക്ക് അലഞ്ഞു തിരിയാൻ പറ്റൂ, അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റൂ. വിഷു എന്ന് പറഞ്ഞാൽ തുല്യതയുടെ ഒരു ആഘോഷമാണല്ലോ, ഈക്വാലിറ്റിയുടെ ആഘോഷമാണ്. കാരണം സൂര്യൻ ഭൂമധ്യരേഖയുടെ നേരെ താഴെ വരികയും മുകളിൽ വരികയും രാവിനും പകലിനും ഒരേ ദൈർഘ്യമുള്ള ദിവസമാണ് വിഷുദിനം. ആ വിഷുവം എന്ന വാക്ക് തന്നെ ആ സംസ്കൃത വാക്കിൽ നിന്നാണല്ലോ വിഷു ഉണ്ടായത്. തുല്യത, ഈക്വാലിറ്റി, അതാണ് വിഷുവിൻ്റെ പ്രാധാന്യം. വലിയൊരു മെസ്സേജ് കൊടുക്കാൻ ഒരിക്കലും ഇല്ല. കാരണം തുല്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരെയും തുല്യരായി കാണണം, ലോകം മുഴുവൻ നമ്മുടെ ഒരു തറവാടാണ് എന്ന് കണ്ടെത്തി അങ്ങനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴാണ് പരസ്പരമുള്ള മത്സരങ്ങളും കാലുഷ്യവും ഒക്കെ ചുറ്റുപാടും കാണുന്നത്. ഇന്നത്തെ ഒരു വിഷു ദിനത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന അങ്ങയുടെ ഒരു സാംസ്കാരിക ജീവിതം, അങ്ങ് വ്യക്തി ജീവിതത്തിൽ അങ്ങ് ഗ്രാമത്തിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ കുറിച്ച് പറയുന്നു. പക്ഷെ അങ്ങയുടെ ഒരു സാംസ്കാരിക ജീവിതത്തിൽ ഒരുപാട് വിഷുക്കാലങ്ങൾ കടന്നുപോയതാണ്. അപ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു വിഷു എന്തായിരിക്കും? ഇന്നിപ്പോൾ വേല കാണാൻ പോകുന്നു, ഒരു വിഷു ഓർമ്മ എന്താ? വിഷുവിൻ്റെ ഓർമ്മ വിഷു കൈനീട്ടം കിട്ടിയത് തന്നെയാണ്. വളരെ ആഗ്രഹിച്ച് വിഷു ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ബാല്യകാലം ഉണ്ടായിരുന്നല്ലോ, ഓർമ്മകളിൽ ഇങ്ങനെ കിടപ്പുണ്ട് അത്. അപ്പോൾ ഈ 20 പൈസ നാണയം ആണ് അന്നത്തെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് കിട്ടുന്ന 20 പൈസയുടെ കോയിൻ. അത് പൊന്നാണെന്നാണ് നമ്മുടെ വിചാരം. വിഷു എന്ന് പറഞ്ഞാൽ പൊന്നിൻ നിറാണല്ലോ മൊത്തം. അതായത് കണിക്കൊന്നയുടെ പൊന്നിറം, നമ്മൾ വയ്ക്കുന്ന ഈ കണിവെള്ളരയുടെ പൊന്നിറം, കായികനികളുടെ പൊന്നിറം, വിളക്കിൻ്റെ പൊന്നാളം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, പൊന്നിൻ്റെ ഒരു ആഘോഷമാണ്. അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചത് ഈ 20 പൈസ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർണ്ണാണെന്നാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന, എന്നിട്ട് ഈ പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് സിനിമ കാണാൻ പോവുക, വിഷു ആഘോഷിക്കുക, അതായിരുന്നു. പക്ഷെ അത് പലപ്പോഴും അത് നഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും ഈ പൈസ പോക്കറ്റിലിട്ട് നമ്മൾ ഒന്ന് ഓടി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ചിലപ്പോൾ പോക്കറ്റിൻ്റെ ഓട്ടയിലൂടെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബാല്യങ്ങൾ, പല നഷ്ടങ്ങളുടെയും പല നേട്ടങ്ങളുടെയും ബാല്യകാലമാണല്ലോ ജീവിതം. ഇപ്പോഴും ആ ബാല്യകാലം തന്നെയാണ് നമ്മളെ കുട്ടിയാക്കാനാണ് ഇതൊക്കെ. വീണ്ടും വീണ്ടും നമ്മൾ ഗൃഹാതുരതയിലേക്ക്, കുട്ടിക്കാലത്തേക്കുള്ള തിരിച്ചു പോക്കാണ് എല്ലാ ആഘോഷങ്ങളും. ഇനി കണിക്കൊന്ന നമുക്ക് തരുന്ന ഒരു പ്രതിരോധമുണ്ട് കേട്ടോ. കണിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് താഴാൻ തുടങ്ങുമ്പോൾ കണിക്കൊന്ന പൂക്കാൻ തുടങ്ങും. അതൊരു പ്രതിരോധമാണ്. നമ്മൾ പ്രതിരോധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ എന്താ പറയേണ്ടത്, ചൂടാകുന്ന കാലമാണ്. പക്ഷേ കണിക്കൊന്ന നമുക്കൊരു മാതൃകയാണ്. നമ്മൾ പ്രതിരോധിക്കും തോറും നമ്മൾ കൂടുതൽ സുന്ദരമാകണം എന്നാണ് നമ്മുടെ മുഖവും മനസ്സും. അതൊരു നല്ല സന്ദേശമാണ്. പ്രതിരോധത്തിലൂടെ കണിക്കൊന്നയുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു സന്ദേശമാണ് താങ്കൾ ഇപ്പോൾ പങ്കുവച്ചത്. അന്നത്തെ ആ ട്രൗസർ ഇട്ട് നടന്ന ആ ഒരു കുട്ടിച്ചക്കൻ, തീർച്ചയായിട്ടും അതായത് എത്ര ചൂട് കൂടുന്നുവോ അതിനനുസരിച്ച് കണിക്കൊന്ന പൂത്തുകൊണ്ടിരിക്കും. സൗന്ദര്യത്തിന്റെ ഒരു വലിയ ഒരു പ്രതീകമല്ലേ. അപ്പോൾ പുറത്തുള്ള സംഘർഷങ്ങൾ നമ്മളെ കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരുമാക്കും.
അതെ 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 തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അതാണ് വിഷുവിന്റെ ഏറ്റവും എനിക്ക് താങ്കളും ഈ വർഷം കൂടുന്തോറും നോക്കിയിരുന്നാൽ മതി. വർഷം കൂടുന്നവരും താങ്കളും അങ്ങനെ സുന്ദരനായി വരുന്നു. അപ്പോൾ ഈ പ്രതിരോധം തീർത്തുകൊണ്ട് കണിക്കൊന്ന പോലെ സുന്ദരനായി വരുന്നതാണെന്ന് ചുരുക്കം അല്ലേ? നമ്മുടെ മനസ്സിൽ കണിക്കൊന്ന പൂക്കള് ഒരിക്കലും വാടാറില്ലല്ലോ. അതാണല്ലോ നമ്മുടെ കല. അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ ഒരു സമ്മാനം കൊടുക്കുക? മനസ്സിലുണ്ടാവട്ടെ സമ്മാനം. എനിക്ക് വിഷുവിന്റെ എത്രയോ പാട്ടുകളുണ്ട് നമുക്ക്. അതില് വയലാർ എഴുതിയ പാട്ടാണ് ഏറ്റവും ഗംഭീരം. സംക്രമ വിഷു പക്ഷി സംവത്സര പക്ഷി പൊന്മണിച്ചുണ്ടിനാൽ കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി സംക്രമ വിഷു പക്ഷി. നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ക്രൂരത ഈ പാട്ടിൽ വയലാറ് ചുക്ക് എന്ന് പറയുന്ന സിനിമയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാറുന്ന കാലത്തിൻ ചുവർ ചിത്രങ്ങളിൽ മനുഷ്യന്റെ ജന്മദിനമുണ്ടോ? അവൻ സത്യധർമ്മങ്ങളെ കുത്തിക്കൊല ചെയ്ത വിപ്ലവ തിരുനാളുണ്ടോ? തലമുറകൾ തമ്മിൽ യുദ്ധം ചെയ്ത് തകർന്ന ചിത്രങ്ങളുണ്ടോ എന്നാണ് വയലാർ ചോദിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രസക്തം മാറുന്ന കാലത്തിൻ ദിവസതലങ്ങളിൽ മനുഷ്യന്റെ ചരമദിനമുണ്ടോ? അവൻ വിശ്വപ്രകൃതിയെ കൈക്കുള്ളിലാക്കിയ വിപ്ലവ തിരുനാളുണ്ടോ? തലമുറകൾ തമ്മിൽ ഹസ്തദാനം ചെയ്ത് പിരിഞ്ഞ ചിത്രങ്ങളുണ്ടോ? ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ നമുക്ക് വലിയൊരു മെസ്സേജ് ഇല്ലല്ലോ. അതെ, ഉറപ്പായിട്ട് നമുക്ക് മാനവരാശിക്ക് മുന്നിലേക്ക്, വിഷു ആഘോഷിക്കുന്ന മലയാളിക്ക് മുന്നിലേക്ക് ആ സന്ദേശം വെക്കുക. അപ്പോൾ വേലയ്ക്ക് എല്ലാ ആശംസകളും. വേല കാണാൻ നമ്മൾ ഞാനും പോരട്ടെ എന്ന് ചോദിക്കുന്നത് പോലെ ഒരു പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ ആ പാട്ട് പാടുന്നില്ല. അപ്പോൾ വേലയ്ക്ക് എല്ലാ ആശംസകളും. നീയും പോരൂ വേല കാണാൻ എന്ന് പാട്ടുണ്ട്. അതെ അതെ, അത് ബാക്കി കൂടി മലർക്കാവിൽ വേല കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് മുഴുവനായിട്ടൊന്ന് പാടുമോ? ഒരു 4 ആ പാട്ട്, അതൊരു 4 വരി പാടുമോ? അല്ലിമലർക്കാവിലോ? അതെ, ഏതാ? അതന്നെ ഒരു 4 വരി പാടുമോ? അല്ലിമലർക്കാവിൽ. ഓ, അതും വയലാറിന്റെയാണ്, മഹാനായ വയലാർ എൻ ദേവരാജ് മാസ്റ്റർ. നേരത്തെ പാട്ടും. അല്ലിമലർക്കാവിൽ വേല കണ്ടു, അംഗചമയങ്ങൾ അവിടെ കണ്ടു, അയ്യപ്പൻ കാവിൽ വിളക്കു കണ്ടു, 1000 താലപ്പൊലികൾ കണ്ടു. അപ്പൊ വേല ഗംഭീരാവട്ടെ. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ നിന്നാണ്. അതെ, അപ്പോ ഇന്നത്തെ ദിവസം ഗംഭീരാവട്ടെ. ഇനി വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം, ഇതൊരു പുതുവർഷമാണല്ലോ. അതായത് വിത്തിറക്കുന്ന ഉത്സവമാണ്. അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്നും നിലനിൽക്കണമെന്നാണ്. ഈ കൃഷിക്ക് വിത്തിറക്കുന്ന ദിവസമാണെന്ന്. കൃഷിപ്പണിക്ക് പണ്ട് നമ്മൾ മലയാളികൾ വിത്തിറക്കുന്ന ദിവസത്തിൻ്റെ അതാണ്. ഇന്നത്തെ ആദ്യത്തെ സൂര്യരശ്മി വന്ന് വീഴുന്നിടം പൊന്നു വിളയും എന്നാണ് വിഷുവിൻ്റെ സങ്കല്പം. ഇതൊക്കെ വലിയ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന പലതിനെയും ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ താങ്കൾക്കൊരു കൈനീട്ടം തരാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അങ്ങയുടെ മകൾ ഇന്ദുലേഖ മകന് പാടിക്കൊടുത്ത വിഷുപ്പാട്ട് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടറിലൂടെ നമ്മൾ ആ വിഷുപ്പാട്ട് ശ്രീ ജയരാജ് വാര്യർക്കുള്ള ഒരു വിഷു സമ്മാനമായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്ദുലേഖയുടെ പാട്ട്. വിഷു കവിതയുടെ പേര് വേറൊരു പാട്ട് കൂടി ഉണ്ട് കേട്ടോ, ഉണ്ണിക്കണ്ണനെ കാണുവാനായി എന്നൊരു പാട്ടുണ്ട്, കൃഷ്ണരാഗം. ഓക്കെ. മേടത്തിൽ വിഷു വന്നല്ലോ, മോടിയിലാഘോഷിക്കണ്ടേ, ഉണ്ണിക്കണ്ണനു മുൻപാകെ കൊന്നപ്പൂ കണി വെക്കണ്ടേ, അരിയും പഴവും പച്ചക്കറിയും വിളക്കു വെച്ച് നിരത്തണ്ടേ, കണി വയ്ക്കാനായി നേരത്തെ ചക്കേ മാങ്ങേം കരുതണ്ടേ, പുത്തിരിലത്തിരി കത്തിച്ച് പുത്തനുടുപ്പുമണിഞ്ഞിട്ട് എല്ലാ മക്കളും ഒരുമിച്ച് കൈനീട്ടങ്ങൾ വാങ്ങേണ്ടേ, കൈനീട്ടങ്ങൾ വാങ്ങേണ്ടേ. കൈനീട്ടം എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? അതറിയാലേ. ഈ കവിത എഴുതിയിരിക്കുന്ന ആളുടെ പേര് പ്രതാപൻ അഴീക്കോട്. ഓക്കെ. ഹാപ്പി വിഷു പറഞ്ഞു. ഹാപ്പി വിഷു. ശ്രീ ജയരാജ് വാര്യർ, നമ്മുടെ സമ്മാനം ഇതാണ്. അപ്പോ കുഞ്ഞിന് പൈത്ത കൊടുത്തോ? കുഞ്ഞിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൈത്ത കൊടുത്തോ?
അതിന്റെ അവന് ഉള്ളത് എടുത്തു വെച്ചിരിക്കുക, കോയിൻ. അവൻ വന്നിട്ടില്ല, ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ദുലേഖ ഇതിൽ പങ്കെടുക്കാതിരുന്നത്, ക്ഷമിക്കണം. പക്ഷേ ഇന്ദുലേഖയുടെ ഒരു സാന്നിധ്യവും സാരംഗിന്റെ ചന്തുകുട്ടന്റെ സാന്നിധ്യം ഉണ്ടായത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. റിപ്പോർട്ടർ നൽകിയ ഈ വിഷു കൈനീട്ടത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബഹുമാനപ്പെട്ട അവതാരകർക്കും സുജയ്ക്കും ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഗംഭീരമാവട്ടെ. ചന്തുക്കുട്ടനും ഒപ്പം ഇന്ദുലേഖയ്ക്കും വീട്ടിലെല്ലാവർക്കും ഒപ്പം വിഷു ആഘോഷിച്ച് വേലയൊക്കെ കണ്ട് ഇനിയും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തെ ദിവസം വിഷു ആശംസകൾ. ഒപ്പം ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഒത്തിരി സന്തോഷം ശ്രീ ജയരാജ് വാര്യർ. ഓക്കെ, താങ്ക് യു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.